ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എമ്പുരാന്റെ ലൂസിഫറിന്റെ ഒക്കെ മെയിൻ ക്യാരക്ടറിൽ ഒരാളായിട്ടുള്ള സായിദ് മസൂദ്, അതായത് പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രം. പൃഥ്വിരാജ് ഇതിനകത്തൊരു നടൻ മാത്രമായിട്ടല്ല ഈ സിനിമയുടെ ഡയറക്ടർ അല്ലെ, നെടുന്തൂണായിട്ട് നിന്ന ഒരാൾ. പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു ഫ്രാഞ്ചൈസിയായി മാറി അല്ലെ. പൃഥ്വിരാജ് പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും ഫസ്റ്റ് സിനിമ ഏതായാലും നന്ദനാണ്. നന്ദന സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു നടൻ ഇപ്പോൾ ഡയറക്ടറായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. ഡയറക്ടർ നമുക്ക് മുന്നിലേക്ക് 2 സിനിമകളാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ഒരു കാലത്ത് അഹങ്കാരി എന്നും അധിക പ്രസംഗി എന്നൊക്കെ മുദ്ര കുത്തപ്പെട്ട ഒരു നടനായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ആ ഒരു നടൻ, ആ ഒരു ക്രിയേറ്റീവ് ഹെഡ് മലയാള സിനിമയെ ഏത് ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളത് നമ്മൾ ഈ ഒരു എമ്പുരാന് എന്നുള്ള ഒരു പരിപാടിയുടെ പ്രൊമോഷൻ പരിപാടികളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്ര ഇൻഡസ്ട്രികളിൽ പോയി സിനിമകളിൽ അഭിനയിച്ച് പുള്ളി നേടിയെടുത്ത കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് പുള്ളി ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്ന വിധം, എമ്പുരാൻ എന്നുള്ള സിനിമ മാർക്കറ്റ് ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു മാനിഫെസ്റ്റോ, ഒരു ബൈബിള് പോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. കുറെ പഠിച്ചു ടെക്നിക്കൽ രീതിയിലായാലും കുറെ കണ്ട് സിനിമ അല്ലെ, പലതരം ഫീൽഡുകളിൽ പോയി പുള്ളി അത് കണ്ട് പഠിച്ചു. കാരണം നമ്മൾ മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പറയും കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഈ ഒരു സിനിമകളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് മലയാള സിനിമ. അപ്പൊ ആ ഒരു നമ്മൾ മലയാള സിനിമ ഏറ്റവും ലാക്ക് ചെയ്യുന്ന കാര്യമാണ് മാർക്കറ്റിംഗ്. ഒരു സിനിമ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളൊരു പാഠപുസ്തകം പോലെ പൃഥ്വിരാജിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഒരു പൃഥ്വിരാജ് എന്നുള്ള ഒരു നടൻ 2002 നന്ദൻ എന്നുള്ള സിനിമയിൽ 17-ാം വയസ്സിൽ തുടങ്ങിയപ്പോൾ ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു ആർക്കിലേക്ക് പുള്ളി ചെന്നെത്തുന്നത് നമ്മൾ ഒരിക്കലും കരുതി കാണില്ല. 1-2 സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തപ്പെട്ടൊരു നടന് ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു ഫിലിം മേക്കിംഗ് ഒരു രീതിയിലേക്ക് വന്ന് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന മാറ്റങ്ങൾ, പിന്നെ എഴുത്തിൽ മലയാള സിനിമകളെ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. 2002 പുള്ളി മലയാളത്തിൽ തുടങ്ങിയെങ്കിലും പല ഭാഷകളിലായിട്ട് മൊഴി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ, പിന്നെ പല രീതിയിലും പല സിനിമകളും, ഹിന്ദി സിനിമകളിലും അയ്യ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് റാണി മുഖർജിയുടെ കൂടെ, പിന്നെ പല ഔറംഗസീബ് എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ. എല്ലാ രീതിയിലും നല്ല രീതി പുള്ളി മലയാള സിനിമ മാത്രമല്ല തെലുങ്ക് സലാറ് എല്ലാ സിനിമകളും അല്ലേ ദീർഘവീക്ഷണമുള്ള ഒരു നടൻ. തീർച്ചയായിട്ടും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു പുതിയൊരു മുഖം സമ്മാനിച്ച ഒരു നടൻ, സംവിധായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഒരു 3 പടം, ഇപ്പോൾ എമ്പുരാനും കൂടി ചേർത്ത് ഒരു 3 പടം അദ്ദേഹം ചെയ്തിട്ടുള്ളെങ്കിലും ടോപ്പ് ഡയറക്ടേഴ്സ് എന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന, അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ 2002 ഒരു 17-ാം വയസ്സിൽ ഒരു പുതുമുഖ താരമായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കഴിവ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിനുശേഷം നിരവധി നല്ല ചിത്രങ്ങൾ, 2006 ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് വിന്നിയതല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയുടെ റെക്കോർഡ് ചെയ്ത് തകർത്തുകൊണ്ടാണ് വാസ്തവം എന്ന സിനിമയിൽ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ നടനായിട്ട് മാറിയത്. മൊത്തത്തിൽ അദ്ദേഹത്തിന് 4 കേരള സ്റ്റേറ്റ് അവാർഡ്, ഒരു തമിഴ് സ്റ്റേറ്റ് അവാർഡ്, സൈമ അവാർഡ്സ്, അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയെടുത്തിട്ടുണ്ട്. അതെ, നാഷണൽ അവാർഡുകൾ നേടിയെടുത്ത ഒരു മികച്ചൊരു താരം നടനായിരുന്നു. ശേഷം അദ്ദേഹം നല്ലൊരു സിംഗറായി, പ്രൊഡ്യൂസറായി. നമുക്ക് അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് കൂടിയാണ് അദ്ദേഹം. കാരണം നമുക്ക് ഇന്നത്തെ യൂത്തിനൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്ന എന്ന് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. കാരണം ഇനി അടുത്ത 10 കൊല്ലത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കണം എന്ന് ഇപ്പോഴേ ധാരണയും അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കിംഗും പെർസെപ്ഷനും എല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. വെറുതെ ഒരു ഇലുമിനാണ്ടിന്ന് വിളിച്ചൊതുക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല പുള്ളി. കാരണം പുള്ളി അത്രയ്ക്കും വിശാലമായി ചിന്തിച്ച്, അത്രയ്ക്കും ഫോർവേഡായിട്ട് ചിന്തിച്ച് പുള്ളി ഡെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വെറും പുതിയ തലമുറ ഇല്ലുമിനാട്ടിയാണെന്നൊക്കെ പറഞ്ഞ പുള്ളിനെ ആ ഒരു രീതിയിലാണ് അത് കാണുന്നതെങ്കിലും പുള്ളി ഇപ്പൊ കണ്ട മമ്മൂട്ടിയെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന പുതുതലമുറ കാണാനാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ മമ്മൂട്ടിന്റെ ഏറ്റവും മികച്ച ഒരു 4 വർഷങ്ങൾ 5 വർഷങ്ങൾ നമ്മളിപ്പോ കാണാൻ ഇടയായിട്ടുണ്ടായി. ഇതൊക്കെ പൃഥ്വിരാജ് കുറച്ചും കൂടി പ്രോബബിലിറ്റി ഒക്കെ ചിന്തിച്ച് ഡെഡ്യൂസ് ചെയ്ത ഇന്റർവ്യൂലൊക്കെ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. ആ ഒരു ക്രിയേറ്റീവ് ജീനിയസിനെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ ക്രിയേറ്റീവ് ജീനിയസിനെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ജേർണിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മിങ് ടു ദ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ, ലൂസിഫറിൽ തുടങ്ങി. അതായത് 2019 ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ആ സമയത്ത് ലാലേട്ടന്റെ മിക്ക പടങ്ങളും ഫ്ലോപ്പ് ആയിരിക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വെച്ചിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു. അതായത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഡയറക്ടർമാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന നടന്റെ പ്രതിഭ ഇനിയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വീണ്ടും തെളിയിച്ചു തന്ന ഒരു സംവിധായകനാണ് പൃഥ്വിരാജ്. തീർച്ചയായിട്ടും പാച്ചിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിരാജ് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് അദ്ദേഹത്തിന് ഏത് ഷോട്ട് എങ്ങനെ വേണമെന്നുള്ളത്. നമ്മളിപ്പോ ഇന്റർവ്യൂസിൽ റീസെന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. 2 മണിക്കൂർ 57 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയിൽ വെറും 41 മിനിറ്റ് മാത്രമേ നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന താരത്തെ കാണാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ആ ലീഡ് റോൾ ആയിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ് കാണിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ആ സിനിമ പൂർണ്ണമായിട്ടും പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ് കാണിച്ചില്ലെങ്കിൽ പേര് വെച്ചിട്ട് തന്നെ ആ സിനിമയിൽ ത്രൂ ഔട്ട് അയാൾ നമ്മളെ ത്രില്ലടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്
പടം ഇറങ്ങി 50-ാം ദിവസം സെലിബ്രേഷൻ തന്ന് അദ്ദേഹം പറയും അടുത്ത സെക്കൻഡ് ഫ്രാഞ്ചൈസ് ആയിട്ട് ഒരു L2 എന്ന് പറയുന്ന ഒരു പടം വരും എമ്പുരാൻ. 3rd സീരീസും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രസ് മീറ്റുകളിലും പ്രൊമോഷൻ സീരീസിലും നമുക്ക് ഈ എമ്പുരാനെ കുറിച്ച് കൂടുതലായിട്ട് അവരിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചു. ടീസറിലൂടെ ട്രെയിലറിലൂടെ ഒക്കെ നമ്മളെ ഞെട്ടിച്ച ഒരു അതുല്യ പ്രതിഭ തന്നെയാണ്. ട്രെയിലർ നമുക്ക് ലാഗടിപ്പിക്കാതെ സിനിമയും പൃഥ്വിരാജ് ചെയ്തു വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ലൂസിഫറിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു കമാൻഡോനെയാണ് കണ്ടത്. മോഹൻലാലിന്റെ ഒരു ഗ്യാങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് എല്ലാത്തിന്റെ ഗ്യാങ് ലീഡർ ആയിട്ടാണ് നമ്മളൊരു കമാൻഡോ ആയിട്ടാണ് അതിൽ കണ്ടിരിക്കുന്നത്. അതിലുപരി എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ആ ഒരു ക്യാരക്ടർ റിവ്യൂല് പറയുന്നുണ്ട് എമ്പുരാനിൽ നമ്മൾ കാണാൻ പോകുന്നത് ആളുടെ പാസ്റ്റ്, ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്റ്റ് ബന്ധങ്ങൾ ഖുറൈശി എബ്രാഹിം അങ്ങനെ ആളുകളിലോട്ട് എത്തി, അങ്ങ് അവർ തമ്മിലുള്ളൊരു ഇന്റർലിങ്ക്സ് എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പൃഥ്വിരാജ് ഇതിൽ കാണിച്ചു തന്നത്. അത് മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും നമ്മളത് പറയുന്നത് നമ്മുടെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ ക്യാരക്ടറിലും ഓരോ കഥകൾ പറയാനുണ്ടാവും. അല്ലെങ്കിൽ പറയുന്ന എല്ലാവരും നമ്മൾ ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് പോവാതെ നമുക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ, ബോറടിപ്പിക്കാത്ത രീതിയിൽ 3 മണിക്കൂർ ഇന്നത്തെ തലമുറയ്ക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു പടം എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയത് ലൂസിഫറിന്റെ ക്ലൈമാക്സിലും അദ്ദേഹം കുറെ ടൈറ്റിൽസും പേപ്പർ കട്ടിങ്സും കാണിച്ചിരുന്നു. പക്ഷെ നമ്മൾ അതാരും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാവാം നമുക്കൊന്ന് ഒന്ന് എമ്പുരാൻ എന്നൊരു സെക്കൻഡ് പാർട്ട് വരുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാതെ പോയത്. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത് കണ്ടിരിക്കേണ്ടതാണ്. L3 എന്ന് പറയുന്ന ഭാഗം വരും. L2 എമ്പുരാൻ സക്സസ് ആയാൽ മാത്രമേ ഒരു തേർഡ് പാർട്ടിലൂടെ അവർക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയിലൂടെ ഈ ഡയറക്ഷനിലൂടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെയും അതുപോലെ തന്നെ സംവിധായകനെയും ഒരു ടെക്നോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാം. എല്ലാ രീതിയിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സിനിമയിൽ ടീസറിലൂടെയും ട്രെയിലറിലൂടെയും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചു. സിനിമയിലൂടെ കുറച്ചുകൂടെ നമ്മള് ഹേറ്റേഴ്സിനെ പോലും കൈയടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആളുടെ ഡയറക്ഷനിലൂടെയും അഭിനയത്തിലൂടെയും മാർക്കറ്റിംഗ് ലെവലിന്റെ തന്ത്രങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ലാലന്റെ വാക്ക് കേൾക്കുകയാണ്. ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെയാണോ ഡയറക്ടറിനെയാണോ ഇഷ്ടം എന്ന് ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിനെയാണെന്ന്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇൻസ്പയർ ആവേണ്ട ഒരു യുവതലമുറ ഇൻസ്പയർ ആവേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് പൃഥ്വിരാജില്. കാരണം നമുക്ക് പഠിക്കാനാണെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാടുണ്ട്. ഓരോ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി അങ്ങനെ പലതും. പൃഥ്വിരാജ് എന്നുള്ള ഒരു ഫിലിം മേക്കർ എന്താണ് കൺസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടി. കാരണം പൃഥ്വിരാജ് ഓരോ സിനിമ കഴിയും തോറും തന്റെ ഫിലിം മേക്കിംഗ് ലെവലും മലയാള സിനിമയുടെ ടോട്ടൽ ഒരു ഫിലിം മേക്കിംഗ് ലെവൽ ഉയർത്തിക്കൊണ്ടേ പോവാണ്. നമ്മൾ പലപ്പോഴും സ്വപ്നം കണ്ട ഹോളിവുഡിലെ ചില സ്നാപ്ഷോട്ടുകൾ നമ്മൾ ചിലപ്പോൾ എടുത്തു വെച്ചാണ്. ഈ ഹോളിവുഡിൽ മാത്രം കാണുന്ന ഇത്തരം ഒരു ഷോട്ടുകൾ മലയാള സിനിമയിലൂടെ വന്നിരുന്നെങ്കിൽ നമ്മൾ കുറെ ആഗ്രഹിച്ചാണ്. ആ ഒരു ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ എമ്പുരാൻ എന്നുള്ള ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ ഷോട്ടുകളും ഓരോ ഷോട്ടിലും പുള്ളി ഡിസൈൻ ചെയ്ത വിധം, ഓരോ ബിൽഡിങ്ങുകളും പുള്ളി ഉപയോഗിച്ച വിധം, ഓരോ സ്കോപ്പും ആ ഒരു നാട്ടിലെ ഷൂട്ട് ചെയ്യുമ്പോൾ അതേ രീതിയിൽ ഒതുങ്ങി ചേർന്ന് ആ ഒരു രീതിയിൽ ചേർന്ന് കൾച്ചറിനൊക്കെ പുള്ളി കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ വളരെ അമേസിംഗ് ആണ് കാണാനായിട്ട്. അപ്പൊ ആ ഒരു പ്രതിഫലനത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്ത് തരം വിഷ്വലാണ് നമ്മൾ ഈ ചെറുതായി കണ്ട ഈ ഒരു അദ്ദേഹത്തിന്റെ ഭാഷ ഈ ഒരു ചെറിയ പടത്തിലൂടെ എന്താണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് 27-ാം തീയതി മാർച്ച് 27-ാം തീയതി തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്യാണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് കാണണം. കാരണം ഒരു ഫോണിൽ കാണുന്നതിൽ ഒരു എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയാണ് തീർച്ചയായിട്ടും.